പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ലൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ്. നല്ല സ്പൈസിയുമാണ്, എന്നാൽ ചെറിയൊരു സ്വീറ്റോട് കൂടിയ ചിക്കൻ ഫ്രൈ ആണ്. ക്രിസ്മസ് കാലഘട്ടങ്ങളൊക്കെ അല്ലേ, അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വീട്ടിൽ വരുന്ന സമയങ്ങളിലും ഒക്കെ ചെയ്തു കൊടുക്കാൻ പറ്റിയ നല്ല കിടിലനായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പി തന്നെയാണ്. ഈ ഒരു ചിക്കൻ ഫ്രൈക്ക് വേണ്ടി 1/2 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിൽ, 1 ടീസ്പൂൺ നാരങ്ങാ നീര്, ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്ത് നല്ലതായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് നേരം ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അരമണിക്കൂറായാലും നല്ലത് തന്നെയാണ്. ഇനിയും ഇത് ഞാൻ വറുത്തെടുക്കുന്നത് എയർ ഫ്രയറിനകത്താണ്. 160 ഡിഗ്രി സെൽഷ്യസിൽ 20 മിനിറ്റ് നേരം ആദ്യം ഞാൻ ചിക്കൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ ശേഷം ഒന്ന് എടുത്ത് അതിനെ ഒന്ന് തിരിച്ചിട്ട് വീണ്ടും 20 മിനിറ്റ് നേരം കൂടെ ഞാൻ എയർ ഫ്രയറിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് വെന്ത് നമുക്ക് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഒട്ടും എണ്ണ ഉപയോഗിക്കാത്തവർക്കായിട്ടുള്ള മെത്തേഡാണിത്. ഈ ചിക്കൻ എണ്ണയ്ക്കകത്ത് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ ശേഷം അടുപ്പത്തേക്ക് ഒരു പാൻ വയ്ക്കുക. ഇതിൽ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടറും കൂടെ ഇട്ട് കൊടുക്കണം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും, എരിവിനനുസരിച്ചുള്ള പച്ചമുളകും, അതുപോലെ തന്നെ ഇനി നമുക്ക് വേണ്ടത് വറ്റൽമുളക് പൊടിച്ചതാണ്. എരിവിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പൊടിക്കാത്ത മുഴുവനായിട്ടുള്ള വറ്റൽമുളകോട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസുമാണ്. അത് കഴിഞ്ഞ ശേഷം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നല്ലതായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അത് കഴിഞ്ഞ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 സവാളയും 1 ക്യാപ്സിക്കവും അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി സവാളയും ക്യാപ്സിക്കവും ഒക്കെ ഇങ്ങനെ തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പക്ഷേ ഒരു 5 മിനിറ്റ് നേരം ചെറുതീയിൽ ഇതിനെ ഒന്ന് അടച്ചു വെച്ചിരിക്കുകയാണ്. ചെറുതായിട്ടൊന്ന് വാടി വരാൻ വേണ്ടിയാണ് ഞാൻ അടച്ചു വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ക്യാപ്സിക്കമൊക്കെ പച്ചയ്ക്ക് തന്നെ കഴിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനിയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ സൈസ് ടൊമാറ്റോ ഉണ്ടല്ലോ, പ്ലം ടൊമാറ്റോ എന്നാണ് അതിന് പറയുന്നത്, അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനൊരു 5 പ്ലം ടൊമാറ്റോ ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ സ്പ്രിംഗ് ഒനിയനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയും ഈ തക്കാളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് നേരം വഴറ്റിയെടുക്കരുത്, കാരണം ആ തക്കാളി അങ്ങ് മെൽറ്റായി പോകും. ഇങ്ങനെ തന്നെ ഈ തക്കാളി ഇരിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അതിനെ ഒന്ന് യോജിപ്പിച്ചെടുത്ത ശേഷം തീ ഓഫ് ചെയ്യേണ്ടതാണ്. ഇനിയും ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് വറ്റൽമുളകിൻ്റെ അരി ഉണ്ടല്ലോ, അതാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ വറ്റൽമുളക് ഇത്രയൊക്കെ ഇട്ടപ്പോൾ നല്ല സ്പൈസിയാണ്. ചെറിയൊരു സ്വീറ്റായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ കൂടിയാണ്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ചിക്കൻ ഫ്രൈ തന്നെയാണ്. ഇനി ഇതിലേക്ക് ഉപയോഗിക്കുന്ന സോയാ സോസും ടൊമാറ്റോ സോസും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുറച്ചുകൂടെ സ്വീറ്റായിട്ടിരിക്കണമെങ്കിൽ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചാലും മതി. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.